നെടുമങ്ങാട് 1.5 വയസ്സുകാരൻ അർഷിദിന്റെ കൊലപാതകത്തിൽ അമ്മയുടെ രണ്ടാം ഭർത്താവ് അഷ്കർ കുറ്റം സമ്മതിച്ചു. സംഭവ ദിവസം കുഞ്ഞ് നിർത്താതെ കരഞ്ഞതിനെ തുടർന്ന് തലയിൽ ശക്തമായി അടിച്ചു എന്നാണ് അഷ്കറിന്റെ മൊഴി. അടിയേറ്റ കുഞ്ഞിന്റെ ബോധം നഷ്ടമായി എന്നും പ്രതി പോലീസിനോട് പറഞ്ഞു. കുഞ്ഞിന്റെ ശരീരത്തിൽ 51 മുറിവുകളും പരിക്കുകളും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. അരുൺ മോഹൻ ചേരുന്ന വിവരങ്ങളുമായി. അരുൺ, അങ്ങേയറ്റം ഭീതി തോന്നുന്ന കാര്യങ്ങളാണ് ആ രണ്ടാനച്ഛൻ എന്ന് പറയുന്ന അയാൾ ചെയ്തത്. ഇത്രമാത്രം ക്രൂരത ആ കുഞ്ഞിനോട് ചെയ്യാനുള്ള സാഹചര്യം എന്താണ്? ഇയാൾ എന്തെങ്കിലും ലഹരിക്ക് അടിമയോ അങ്ങനെ എന്തെങ്കിലും ആണോ? തീർച്ചയായും വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവം തന്നെയാണ്. വളരെ വേദനജനകമായ ഒരു സംഭവം തന്നെയാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. കേൾക്കുമ്പോൾ വളരെ ദുഃഖം തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് അയാൾ ലഹരിക്കുൾപ്പെടെ അടിമയാണോ എന്നുള്ളത് പോലീസും വളരെ ഗൗരവമായി തന്നെ പരിശോധിച്ചു വരുന്നു. നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ഈ പറയുന്ന അഷ്കർ തന്റെ രണ്ടാമത്തെ ഭാര്യയുടെ മകൻ ഈ പറയുന്ന കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിക്കുന്നത്. തൊണ്ടയിൽ ആഹാരം കുടുങ്ങിയെന്ന കാരണം പറഞ്ഞായിരുന്നു എസ്റ്റേറ്റിൽ എത്തിക്കുന്നു. തുടർന്ന് മരണത്തിന് കീഴടങ്ങുന്നു. പോലീസ് അപ്പോൾ തന്നെ ആ സമയത്ത് തന്നെ നിരവധി പരാതികൾ പോലീസിന് ലഭിച്ചിരുന്നു. ഈ കുട്ടിയുടെ അച്ഛന്റെ മരിച്ച കുഞ്ഞിന്റെ അച്ഛന്റെ ബന്ധുക്കൾ നൽകിയ പരാതി, ഇതൊക്കെ പോലീസിന് സംശയമുണ്ടെങ്കിലും ഡോക്ടർമാർ നടത്തിയ പരിശോധനയിലും ഒപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും കുട്ടിക്ക് മാരകമായ ആക്രമണം ഏറ്റിരുന്നു എന്നുള്ളത് വ്യക്തമായി. ആന്തരിക രക്തസ്രാവമായിരുന്നു കുട്ടിയുടെ മരണകാരണത്തിന് വഴിതെളിച്ചെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാണാൻ കഴിഞ്ഞിരുന്നു. മാത്രമല്ല ജനറേറ്റർ ഉൾപ്പെടെ 50-ലധികം മുറിവുകൾ ഈ കുട്ടിക്ക് ഉണ്ടായിരുന്നു. അതിൽ തീവെച്ച് പൊള്ളിച്ചത് ഉൾപ്പെടെ ഉണ്ടായിരുന്നുവെന്നും ഈ പറയുന്ന റിപ്പോർട്ടുകളിൽ ഇപ്പോൾ സൂചിപ്പിക്കുന്നു. അഖിലയുടെ ഭർത്താവ് അഖിൽ 1.5 വർഷം മുമ്പായിരുന്നു മരിക്കുന്നത്. ആത്മഹത്യയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർന്നായിരുന്നു ഈ പറയുന്ന അഷ്കറുമായി വരുന്ന സമയത്ത് ജനിച്ച കുഞ്ഞ് ഇവർക്ക് തടസ്സമായിരുന്നു. കാരണം ഈ പറയുന്ന അഖിലയുടെ അമ്മയായിരുന്നു ഈ കുട്ടിയുടെ ആദ്യ ചുമതലയൊക്കെ നോക്കി നടത്തി വരുന്നത്. പക്ഷെ അവരൊരു ആശുപത്രിയിലെ ജീവനക്കാരിയാണ്. അവരുടെ ജീവിത സാഹചര്യങ്ങളുമായി കുഞ്ഞിനെ കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പറയുന്നു. തുടർന്ന് ഇവർ വീട് മാറി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് ഈ നെടുമങ്ങാട് വീട്ടിലേക്ക് ഇവർ മാറുന്നത്. നർത്തകി കൂടിയാണ് ഈ പറയുന്ന അഖില. ഈ സമയത്ത് ഈ പറയുന്ന പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ പൂർണ്ണമായും ചുമതല അഷ്കറിനായിരുന്നു. ഈ സമയത്തൊക്കെയും കുട്ടിക്ക് മർദ്ദനമേൽക്കുകയായിരുന്നു എന്ന് ഈ പറയുന്ന അഖിലിന്റെ ബന്ധുക്കൾ പോലീസിന് പരാതി നൽകുന്നു. കാരണം അത് നമ്മുടെ ദൃശ്യങ്ങളിൽ നമുക്കത് സാധൂരിക്കാം. കാരണം 2 കൈകളും ഒടിഞ്ഞ നിലയിലായിരുന്നു കുട്ടിയുടെ അവസ്ഥ കാണാൻ കഴിഞ്ഞിരുന്നത്. ആശുപത്രിയിൽ എത്തിക്കുമ്പോഴായിരുന്നു ഇത്. പലപ്പോഴും നാട്ടുകാരും ചോദിക്കുമ്പോൾ പറയുന്നു വാഹനത്തിൽ ഈ പറയുന്ന കളിപ്പാട്ടത്തിൽ നിന്ന് വീണ് കൈ പൊട്ടിയതാണ് എന്നൊക്കെയാണെങ്കിലും പക്ഷെ അതൊന്നും ഇപ്പോൾ പോലീസ് നടത്തിയ അന്വേഷണത്തിനും ചോദ്യം ചെയ്യലിനും അതെല്ലാം മർദ്ദനത്തിന്റെ ഭാഗമായാണ് ഇത് സംഭവിച്ചതെന്ന് കണ്ടെത്തുകയായിരുന്നു. ഇപ്പോൾ മറ്റൊരു കാര്യം നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുന്നത് അഷ്കറിനോടൊപ്പം അഖിലയുടെയും അറസ്റ്റ് നെടുമങ്ങാട് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഈ കുട്ടിയെ കൊല്ലുന്നതിലേക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ കുട്ടിയുടെ ജീവൻ അപഹരിക്കുന്ന തരത്തിലേക്ക് ഉണ്ടായ സാഹചര്യത്തിൽ എത്തിക്കുന്ന ഒരു സാഹചര്യം അമ്മയും എത്തിക്കുകയായിരുന്നു എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അമ്മയെയും പോലീസ് പ്രതിയാക്കിയിട്ടുണ്ട്, അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവരെ ഇന്ന് നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കും. അങ്ങേറ്റ ക്രൂരമായിട്ടുള്ള കാര്യമാണ് ആ കുഞ്ഞിനോട് ആ രണ്ടാനച്ഛനും ആ അമ്മയും ചെയ്തത്. അതിക്രൂരമായിട്ടുള്ള മർദ്ദനം ആ കുട്ടി ഏറ്റിരുന്നു. 51 മുറിവുകൾ. ആ കുഞ്ഞിനെ അതിശക്തമായി അടിച്ചു. അപ്പോൾ തന്നെ ബോധം പോയി എന്നൊക്കെയാണ് അയാൾ പോലീസിന് മൊഴി നൽകിയത്. ഇതൊരു പിഞ്ചു കുഞ്ഞാണ് എന്ന് പോലും കരുതാതെ ആ അമ്മയും ആ രണ്ടാനച്ഛനും ചെയ്ത കാര്യങ്ങൾ. എന്നാലും പോലീസ് കേസിൻ്റെ കൂടുതൽ അന്വേഷണത്തിലാണ്. അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.